അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. കൃഷിയും ആരോഗ്യം എന്നുള്ള നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൻ അഗ്രികൾച്ചർ പാർക്കിൻ്റെ സ്വിമ്മിംഗ് പൂളിലാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമല്ലോലൊക്കെ ആ ചോന്ന എത്തും ആ ബെല്ലും ഒക്കെ അടിച്ചോളുണ്ടോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റും ഒക്കെ എഴുതിക്കൊണ്ടു. ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുകൊണ്ടു. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ സൻ അഗ്രികൾച്ചർ പാർക്കിൽ വരുമ്പോൾ ടീമായിട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓഫർ തീർച്ചയായിട്ടും നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളുണ്ടോ. കോടമണി അടിച്ചവർക്ക് പ്രത്യേകിച്ചും ഇവിടെ ഓഫർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണക്കാക്കി വന്നോളുണ്ട്. ഈ നമ്പറിലാണ് വിളിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ വരുന്ന സമയത്ത് ടീമായിട്ട് വന്നോളി. വെറും ഗെയിമുകൾ മാത്രമല്ല, അഡ്വഞ്ചർ ഗെയിമുകൾ, സ്വിമ്മിംഗ് പൂള്, താമസിക്കാനുള്ള സൗകര്യം, അതുപോലെ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് എല്ലാം ഉണ്ട്. ഓരോ ഗെയിമിൻ്റെ വീഡിയോ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ നമുക്കിങ്ങനെ ഇടാം. കാരണം എന്താ വെച്ചാൽ ഒക്കെപ്പാട് ഒന്നിലിടലേ നടക്കൂല. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കൃഷിൻ്റെ വീഡിയോ ചെയ്യണ്ടേ. ഇതിപ്പോൾ നമ്മുടെ പാർക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഈ മലൻ്റെ മുകളിൽ. ഞങ്ങളങ്ങനെ ഒരു രൂപത്തിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ മഴക്കാലത്ത് വരാൻ പ്രത്യേകിച്ച് ഒരു മടിയാണ് ആൾക്കാർക്ക്. എങ്കിലും കൂടിയിട്ട് ചെക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നോളുണ്ടോ. കാരണം വെച്ചാൽ മഴക്കാലത്ത് ഈ മലൻ്റെ മുകളിൽ പ്രത്യേക വൈബാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ കോടയും കാര്യങ്ങളൊക്കെ കയറി നല്ല രസമാണ്. ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ വാർക്കാകൊണ്ട് നിങ്ങളിങ്ങനെ തള്ളി മറിച്ചാണെന്ന് പറയും. നിങ്ങൾ വന്നിട്ട് നിങ്ങൾ പറയും, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പറ്റിച്ചെങ്കിൽ പറ്റിയെന്ന് അറിയില്ല, പറ്റില്ല എന്ന് അറിയും. വെറുതെ പറഞ്ഞാൽ പോലെ അവിടെ ബുക്കിലുണ്ട്. അവിടെ അഭിപ്രായങ്ങളും നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ബുക്കിലവിടെ എഴുതി വെച്ചോളി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് മാറ്റം വരുത്തും. ഒരു മടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയേക്കാനുള്ള പ്ലാന്റോ കാര്യങ്ങളോ മാവോ പ്ലാവോ എന്താണെന്ന് വെച്ചാൽ തൈകളൊക്കെ അതും ഇവിടെ സെറ്റാണ്. നിങ്ങൾ താമസിക്കാനാണ് വരുന്നതെങ്കിൽ അതിനുള്ള എല്ലാ സെറ്റപ്പും, പിന്നെ നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ഫുഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് നിങ്ങൾ പറഞ്ഞാലേ നമുക്ക് റൂമിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി നിങ്ങൾ സ്വിമ്മിംഗ് പൂൾക്ക് മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ എൻട്രി പാസ് പോലും എടുക്കാതെ നേരെ പൂളിൻ്റെ ടിക്കറ്റ് എടുക്കുക, നേരെ പൂളിലേക്ക് പോവുക. ഒരു ടൈമിൽ 10 ആളുകൾക്കാണ് അലൗഡ്. മാക്സിമം ഒരു 11-12 ആൾ വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ കൂടുതൽ പറ്റില്ല. അപ്പോൾ 1 മണിക്കൂർ നേരമാണ് നമ്മൾ കൊടുക്കുക. താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പിന്നെ അതൊക്കെ അതിൽ ഇൻക്ലൂഡാണ്. ഈ ഇതിൻ്റെ ചാർജിൽ ഇൻക്ലൂഡാണ്. നമ്മളെ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, അന്വേഷിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും സംശയ നിവാരണം നടത്തുക. നേരത്തെ കാണിച്ചെന്നില്ല, അതാ നമ്പറാണ്. അപ്പോൾ മഴക്കാലത്തൊക്കെ ഈ മറ്റേ സിപ്പ് ലൈനിലൊക്കെ നല്ല എക്സ്പീരിയൻസാണ്. നല്ല കുട്ടികളൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. കുട്ടികൾ മാത്രമല്ല കേട്ടോ, മുതിർന്ന ആൾക്കാർക്കും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ അതൊരു ഇത് പെടൂല. നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുക, പാർക്ക് ഉപയോഗിക്കുക. അതിലെല്ലാ ഗെയിമുകളും ഉപയോഗിക്കുക. സ്വിമ്മിംഗ് പൂൾ, അതുപോലെ സോഫി ഫുട്ബോളുണ്ട്. അതായത് സ്ലിപ്പായി വീഴുന്ന ഒരു ഫുട്ബോളാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് തുറന്നുള്ളതിൽ ചെയ്യാം. അപ്പോൾ മഴ പെയ്തിട്ടിങ്ങനെ തോർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ കോടങ്ങനെ കയറി വരും. അപ്പോൾ അതുപോലെ ഇതിവിടെ ഗെയിമുകൾ എല്ലാവർക്കും, അതുപോലെ നമുക്ക് കുതിരസവാരി ഉണ്ട്, ജെയിൻസിങ് എന്ന് പറഞ്ഞ വലിയൊരു ഊഞ്ഞാൽ. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ ഇട്ടിരുന്നു. അത് തുടർന്ന് വീഡിയോയിലൊക്കെ അത് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് പിന്നെ സന്ദർശിക്കുക. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ പ്രവാസി സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കൾ, സംരംഭകർ എന്ന് പറയുമ്പോൾ കുറേ വലിയ ആൾക്കാരായി പോകുന്നൊരു സംശയമുണ്ട്, ഒരു പേടിയുണ്ട്. ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള കുറേ പ്രവാസികൾ ചേർന്നിട്ടാണ് ഈ ഒരു ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കി നടത്തുക. അതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്താട്ടോ. ഓൻ അതിൻ്റെ എക്സ്പെർട്ടാണ്. അതുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കാത്തത്. ശരിക്കും ഇതിന്മേൽ ഹെൽമെറ്റ് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഓൻ അതിൻ്റെ എക്സ്പെർട്ട് ആവുകൊണ്ടാണ്. പിന്നെ ഓൻ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ബെൽറ്റും ഇതൊക്കെ ടൈറ്റായി ക്ലിയറായി വെച്ചതുകൊണ്ട് പിന്നെ ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടില്ല. ശരിക്കും ഹെൽമെറ്റ് ഉപയോഗിക്കണം. ഇത് നമ്മളെ സുൽത്താനാണ്. സുൽത്താൻ്റെ കുതിരസവാരിയും കൂടെ നമ്മളിതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫാമിലി ആയിട്ട് വരിക. ഫാമിലി ആയിട്ട് വരുമ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് പറയാം. നമ്മളെ ഓഫീസ് നമ്പറുണ്ട്. ഓഫീസ് നമ്പറും നിങ്ങൾക്ക് പിന്നെ അതിൽ നിങ്ങൾക്ക് വിളിക്കാം. ഓഫീസ് നമ്പർ ഞാനൊന്ന് പറയാം: 8590672475. ഇതാണ് നമ്മളെ ഓഫീസ് നമ്പർ. വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പോൾ ഏത് സമയത്തും വരാം. വേനൽക്കാലത്താണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് ഏറ്റവും നല്ല ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. മഴക്കാലത്തേക്ക് എപ്പോൾ വന്നാലും നല്ല ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മഴക്കാലത്ത് പ്രത്യേകിച്ച് നല്ല പിന്നെ വൈബാണ്, സീനറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വല്ല പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ ഹാളുണ്ട്. അതേപോലെ ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് ബർത്ത്ഡേ പാർട്ടികൾ, അതേപോലെ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്താനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനത്തെ വീഡിയോ നമ്മൾ ചെയ്യുക. കുട്ടികളുടെ കാറാണ് അങ്ങനെ കളിക്കണേ. അപ്പോൾ രാത്രിയൊക്കെ ഇനി വരികയെന്നുണ്ടെങ്കിൽ രാത്രി സ്റ്റേ ചെയ്യാനാണെങ്കിൽ ടീമായിട്ട് വരിക. നമുക്ക് ഇവിടെ ഫുഡൊക്കെ വേണ്ടവർക്ക് ഉണ്ടാക്കാം.
അതേപോലെ നമുക്ക് എത്തിക്കണമെങ്കിൽ എത്തിക്കാം. എല്ലാം നമുക്ക് അതിൻ്റെ രീതിക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ബെല്ലൊക്കെ അടിച്ച് പോകുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ നമുക്ക് എല്ലൊക്കെ ഉഷാറാക്കാം. അപ്പോൾ ഇനി സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിനെ നമ്മൾ പറഞ്ഞില്ലേ 10 ആൾക്കാണ് അലൗഡ്, 12 ആൾക്ക് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾക്ക് നേരെ വരുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ സോഫി ഫുട്ബോളിന് ടിക്കറ്റ് എടുത്ത് കയറുന്ന ആൾക്കാരാണെങ്കിൽ അത് മാത്രം ഉപയോഗിക്കാം. മറ്റുള്ളതിനൊക്കെ എന്താ വെച്ചാൽ നമ്മളത് വലിയ ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ 70, കുട്ടികൾക്ക് 40 ആ റേറ്റാണ് വരുന്നത്. ഇത് മഴക്കാലത്ത് സ്വിമ്മിംഗ് പൂൾ ഒരു പ്രത്യേക വൈബാണ്. നിങ്ങൾ വന്ന് നോക്കി, നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയണം. ചെറിയൊരു മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. കാരണം ഇൻഡോർ അല്ലല്ലോ, ഇത് ഇൻഫിനിറ്റി പൂളാണ്. നമ്മളൊരു മലൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതേപോലെ ടീമായിട്ട് വരികയാണെങ്കിൽ പരമാവധി എൻജോയ് ചെയ്യാം. ഇതിനിടയ്ക്ക് നമുക്ക് ഫുഡ് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാം. ഫുഡിൻ്റെ കാര്യം ഞാൻ കൊടുക്കില്ല, ടൈം നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ പറയുന്ന ഫുഡ് നമ്മൾ കൊണ്ടുവന്ന് തരും, നിങ്ങൾ എടുത്തേക്ക് എത്തിച്ചു തരും. കുറേ ആൾക്കാർ ഞാൻ വീഡിയോ ഇട്ടാൽ പറഞ്ഞു ഫുഡും അതിൻ്റെ കൂടെ ഫ്രീ ആണ്, ഫുഡൊക്കെ നമ്മൾ സെറ്റാക്കി തരും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാര്യം ഞാൻ കൊടുക്കുന്നല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരിക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എന്നാൽ പിന്നെ കാണാം.